നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവില് 2 മത്തിച്ചേട്ടനെ എടുത്ത് വെച്ച് കുറച്ചിങ്ങനെ കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ വെച്ച് ഒതുക്കി ഉരുട്ടി ഇതാ ഇങ്ങനെ എടുത്ത് നല്ല കോട്ടയം സ്റ്റൈൽ മീൻകറീനെ വെല്ലുന്ന ഐറ്റം. ആഹാ, ചെറുതുള്ളി എണ്ണയില്ല, ഒരു മെനക്കേടൂല, വഴറ്റുണ്ട പിടിക്കേണ്ട ഒന്നും വേണ്ട കേട്ടോ. 1 മാസം മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താന്ന് ഓർമ്മയുണ്ടോ? ആ പിത്തത്തടി ഞാൻ കുറയ്ക്കും, എന്റെ മൊത്തങ്ങ പോലത്തെ വയറും കുറയ്ക്കുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒറ്റ മാസം കൊണ്ട് 65 കിലോയിൽ നിന്നും 61 കിലോയിലേക്ക് മാറി. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സസൈസ് മാത്രമല്ല, ഡയറ്റും കൂടിയാണ്. അങ്ങനെയുള്ള പക്ക ഡയറ്റിലും എക്സസൈസിലും കൂടിയാണ് ഞാൻ വണ്ണം കുറച്ചിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അങ്ങനെ ഒരു ഡയറ്റ് റെസിപ്പിയാണ്. ഇപ്പൊ അടുത്തിടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കുക്കർ മത്തി. പക്ഷെ ഞാൻ അതൊരു ഡയറ്റ് വേർഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ മത്തി എത്രയാണോ എടുക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഞാൻ അതിൻ്റെ അകത്ത് ചേർത്തു. അതായത് കുമ്പളങ്ങ. ഫാറ്റ് റെഡ്യൂസിങ്ങിൽ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി കുമ്പളങ്ങയുടെ റോള് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം ആയുർവേദ വിധിയിലൊക്കെ കുമ്പളങ്ങ ജ്യൂസ് വെറും വയറ്റിൽ കുടിപ്പിക്കുന്നതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആണ്. അപ്പൊ അതൊക്കെ കുടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കുമ്പളങ്ങ മാക്സിമം ഞാൻ എൻ്റെ ഫുഡിൽ ഉൾപ്പെടുത്തി. ഈവൻ മത്തിയിൽ പോലും. മത്തിയുടെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം ഒമേഗ 3 ഫാറ്റി ആസിഡും HDL കൂടാനുള്ള ബെസ്റ്റ് സാധനമാണ്. അതിന്റെ കൂടെ കുമ്പളങ്ങയും കൂടെ ചേരുമ്പോഴോ പിന്നെ ഒരു സൂത്രം കൂടെ പറയട്ടെ. മത്തിക്ക് അന്യായ വിലയായിരുന്നില്ലേ? അപ്പൊ 1/2 കിലോ മത്തി മേടിച്ചിട്ടുണ്ടെങ്കിൽ 10 പേർക്ക് കഴിക്കാൻ പാകത്തിന് ഈ കുമ്പളങ്ങ ഇട്ടാൽ നമ്മുടെ കാര്യം നടന്നു. ഐഡിയ എങ്ങനെയുണ്ട്? അപ്പൊ ഇതിന്റെ റെസിപ്പി അത്ര സിമ്പിൾ ആണ്. ആകെ വേണ്ട ഒരു കുക്കറാണ്. കുക്കറിന്റെ അടിയിൽ ഒരു ബെഡ് പോലെ നമ്മൾ കറിവേപ്പില വെക്കും. അതിന്റെ ഫ്ലേവർ ഇറങ്ങാനും അടി പിടിക്കാതിരിക്കാനും. അതിന് മുകളിൽ നമ്മുടെ കുമ്പളങ്ങ ചേട്ടന്മാരെ ഇങ്ങനെ നിരത്തുക. കണ്ടോ? മത്തിയുടെ ഇരട്ടി കുമ്പളങ്ങയാണ്. ഇപ്പോഴത്തെ മത്തിക്ക് കണ്ടോ നല്ല പലിഞ്ഞീനുണ്ട്, നല്ല നെയ്യുണ്ട് കേട്ടോ. തിളങ്ങിയിരിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നും. എന്നിട്ട് നമ്മുടെ മത്തിച്ചേട്ടനെ ഇങ്ങനെ വരഞ്ഞ് വൃത്തിയാക്കി മത്തിച്ചേട്ടനെ ഇങ്ങനെ പരത്തും. എന്നിട്ട് നമ്മുടെ മസാല അരച്ചതെല്ലാം കൂടെ അതിന്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കുക്കർ അടച്ച ഒറ്റ വിസിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ തുറന്ന് 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ അല്ലെങ്കിൽ 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ വേണമെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം ഒഴിക്കാം. അപ്പോൾ മസാല എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കാന്താരി വലിയൊരു പിടി, 1 ചുള കുടംപുളി അരച്ചെടുത്തത്, ചെറിയുള്ളി ഒരു 10 എണ്ണം, ഉപ്പ് എല്ലാം കൂടെ അരച്ചെടുത്തതാണ് നമ്മുടെ മസാല. വിസിൽ വരുന്നവരെ നമ്മൾ കുത്തിയോടെ നമുക്ക് നോക്കിക്കാം. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ചോറിന്റെ കൂടെയാ, ചപ്പാത്തിന്റെ കൂടെയാ, പത്തിരിയുടെ കൂടെ, അപ്പത്തിന്റെ കൂടെ എന്തിന്റെ കൂടെ ഈ സാധനം പെടയാണ്. ഞാൻ എന്റെ സീക്രട്ട് പറയട്ടെ. ഞാൻ ഇതിന്റെ അകത്ത് കുമ്പളങ്ങ കഷ്ണങ്ങൾ മൊത്തമായിട്ട് എടുത്ത് കൂടെ ഒരു 3 മത്തിയും കൂടെ ചേർത്തിട്ട് ഒറ്റ നേരത്തെ ഫുഡ്. അതിന്റെ കൂടെ ഇഞ്ചിയും കറുകപ്പട്ടയും അല്പം മഞ്ഞളിട്ട വലിയൊരു ഗ്ലാസ് ജിഞ്ചർ ടീ, മധുരം ഇല്ലാതെ. എങ്ങനെയുണ്ട്? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചെപ്പടി വിദ്യയിലൂടെയാണ് ഞാൻ ഈ വണ്ണം കുറച്ചത്. അപ്പൊ നമ്മളിതേ കുക്കർ ഓഫ് ചെയ്തു. ഏകദേശമൊക്കെ രാവി പോയി. വാവ്, നോക്കിയാൽ മതി. ആ കുമ്പളങ്ങയുടെ വെള്ളം മൊത്തം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മത്തിയുടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു സെറ്റ് ആയിട്ടുണ്ട്. നോർമലി നമ്മളെല്ലാവരും ഇതിനകത്ത് ഇടുന്നത് ഇന്നലാണ് പതിവ്. ഒരു പാത്രം കൊണ്ട് വെറുതെ മത്തിയുടെ മണമാക്കണ്ടല്ലോ. പക്ഷെ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചില്ല കേട്ടോ. നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു പ്ലേറ്റിൽ കഴിക്കുക. അപ്പൊ നമുക്ക് കുറച്ചെടുത്താൽ തന്നെ നിറഞ്ഞു തോന്നും. അപ്പൊ ഞാനിതിപ്പോൾ ഗോതമ്പ് ഉപ്പുമാവിന്റെ കൂടെയാണ് കഴിക്കുന്നത്. കാരണം അതിന്റെ ചാറൊന്ന് കൂട്ടി കഴിക്കാനുള്ള ഒരു കൊതികാരണമാണ്. അപ്പൊ ഒരു 1/4 ഭാഗമാണ് ഞാൻ ഗോതമ്പ് ഉപ്പുമാവ് എടുത്തേക്കുന്നത്. ബാക്കി 1/4 ഭാഗം കുമ്പളങ്ങ ചേട്ടന്മാരെ അങ്ങോട്ട് തട്ടുവാണ്. കണ്ടാ, നല്ല വറുത്തതുപോലത്തെ മത്തി. കുക്കറിന്റെ അടിയില് മത്തിയുടെ നെയ്യും ഗ്രേവിയും പിന്നെ നമ്മുടെ കുമ്പളങ്ങയുടെ ചാറും എല്ലാം കൂടെ. കുമ്പളങ്ങ മാത്രം ഒന്നെടുത്ത് കഴിച്ചോട്ടെ. ഇതാണ് മത്തി കുമ്പളങ്ങ കേട്ടോ. അതിന് ഈ ചാറ് ഇങ്ങോട്ടിട്ട് അങ്ങോട്ട് കുഴയ്ക്കാൻ പോവാ. നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവിലേക്ക് ഇട്ടിട്ട് കുഴച്ച് എടുത്ത് നല്ല കോട്ടയം സ്റ്റൈൽ മീൻകറീനെ വെല്ലുന്ന ഐറ്റം. ആഹാ, ചെറുതുള്ളി എണ്ണയില്ല, ഒരു മെനക്കേടൂല, വഴറ്റുണ്ട പിടിക്കേണ്ട ഒന്നും വേണ്ട കേട്ടോ. ഇനി നമ്മുടെ മത്തി നമുക്കൊന്ന് പിച്ചെടുക്കാമേ. മത്തി മാത്രം തന്നോട്ടെ കേട്ടോ. അസല് മത്തിയുടെ രുചി നമ്മള് എണ്ണയിൽ വറക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, മസാലയുടെ രുചിയാണ് മുന്നിട്ട് നിൽക്കുക. ശരിക്കും മത്തി എങ്ങനെയാണോ അതിന്റെ ഒരു ഡിവൈൻ ആയിട്ടുള്ള രുചി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ മത്തിക്ക് നല്ല പലിഞ്ഞീനാണ്. നമ്മുടെ കറിൽ കിടന്നിട്ട് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവില് 2 മത്തിച്ചേട്ടനെ എടുത്ത് വെച്ച് കുറച്ചിങ്ങനെ കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ വെച്ച് ഒതുക്കി ഉരുട്ടി ഇതാ ഇങ്ങനെ എടുത്ത്. കുക്കർമത്തി മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, കുമ്പളങ്ങ ഇടുന്നില്ലെങ്കിൽ ചാറ് വരത്തില്ല. നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അടിപൊളി. അപ്പൊ കുമ്പളങ്ങ വേണ്ടാന്നുള്ളവർക്ക് സെയിം റെസിപ്പി, സെയിം അളവ്. പക്ഷെ മത്തി മാത്രം 1 കിലോ. അപ്പൊ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. ഇതുപോലെ വെള്ളമൊന്നും ഉണ്ടാവില്ല. ശരിക്കും വറുത്ത പോലെ ഇരിക്കും. ഓക്കെ. എന്റെ ഇഷ്ടങ്ങൾ കാര്യമായിട്ട് ഒന്നും ഒഴിവാക്കാതെ തന്നെ ഇങ്ങനെയുള്ള കിടിലൻ റെസിപ്പീസിലൂടെ ഞാൻ എന്റെ വണ്ണം കുറച്ചു. അപ്പൊ ഇങ്ങനെയുള്ള റെസിപ്പീസുമായിട്ട് അന്നമ്മച്ചടപെടോന്ന് ഓടിച്ചാടി വരും. മാത്രമല്ല ഈ വണ്ണം ഇങ്ങനെ തന്നെ ഞാൻ നിലനിർത്തുന്നതായിരിക്കും. ഇതേപോലെ ഭക്ഷണം കാണിച്ചു തരാട്ടാ. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.